CJPയുടെ സമരം വിജയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചു. രാജ്യത്തെ യുവാക്കളെ അണിനിരത്തി നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയാണ് CJP സമരം നടത്തിയത്. CJP നടത്തിയ സമരം കേന്ദ്ര സർക്കാരിനെതിരെയായിരുന്നു, കേന്ദ്ര ഭരണകൂടത്തിനെതിരെയായിരുന്നു, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. CJPയുടെ സമരം വിജയിച്ചപ്പോൾ രാജ്യത്തുയർന്നു വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇവിടെ പ്രതിപക്ഷം ആരാണ്? ഇവിടെ പ്രതിപക്ഷം ഉണ്ടോ? രാജ്യത്തെ യുവാക്കളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വലിയ വിഷയം തന്നെയായിരുന്നു നീറ്റ് പരീക്ഷയിലുണ്ടായ ക്രമക്കേട്. ഇതാദ്യമായിട്ടുണ്ടാകുന്നതല്ല. ഗവൺമെന്റ് എല്ലാ നടപടികളും സ്വീകരിച്ചു, ഒക്കെ ശരിയാണെങ്കിലും രാജ്യത്തെ യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് അതിനെതിരെ വലിയ മുന്നേറ്റം നടത്താൻ CJPക്ക് സാധിച്ചു. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് എന്താണ് പണി? നമ്മുടെ രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയോട് എനിക്ക് പറയാനുള്ളത്, ഈ പണി നിർത്തിയിട്ട് അഭിജിത്ത് ദീപ്കെ ഏൽപ്പിക്കുന്നതായിരിക്കും താങ്കൾക്ക് നല്ലത്.